ഉമ്മാൻ്റെ സ്ഥാനത്ത് കണ്ടിട്ടുണ്ടായിരുന്നതാണ്. ഉമ്മാൻ്റെ സ്ഥാനത്ത് കണ്ടവളെ അവൾ എൻ്റെ ഉമ്മാനെ എന്നെയും എത്രയോ കാലം മുതൽ അവൾ എന്നെ തെറ്റിക്കുന്നതാണ്. പക്ഷേ ഇതൊന്നും ഞാൻ അറിയില്ല. എനിക്ക് ഇവരുടെ ക്യാരക്ടർ ഞാൻ പറഞ്ഞിട്ട് എനിക്ക് വയ്യാണ്ടായത്. അന്ന് രാവിലെ എൻ്റെ ഉമ്മാനായിട്ട് പൊരിഞ്ഞടി നടന്ന ഉമ്മ വാതിലിട്ട് പുറത്ത് ഞങ്ങളാക്കി വാതിലടച്ചിട്ട് എൻ്റെ നെഞ്ഞിൽ വലിയൊരു മുറിയായിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അന്ന് രാത്രി തന്നെ ഇപ്പോൾ ഞങ്ങൾ KFCയും കാര്യങ്ങളൊക്കെ കഴിച്ച് വീട്ടിലെത്തും. ഞാൻ KFCൻ്റെ ചിക്കൻ അധികം കഴിച്ചിട്ടില്ല കേട്ടോ, ചെറുതായിട്ട് കുറച്ചേ കഴിച്ചിട്ടുള്ളൂ. മക്കൾക്ക് മാത്രമേ മേടിച്ച് കൊടുത്തിട്ടുള്ളൂ. ചില ആൾക്കാർ ഫുഡിൻ്റെതാണ് അങ്ങനെ ഇങ്ങനെയൊക്കെ, പക്ഷെ അല്ല. എൻ്റെ ഉമ്മ വാതിൽ എന്നെ പുറത്താക്കി വാതിലിട്ട് അടച്ചപ്പോൾ അങ്ങനെ എൻ്റെ നെഞ്ഞിൽ എൻ്റെ മർമ്മമാണല്ലോ മാറിൻ്റെ അവിടെ ആയിട്ട് വലിയൊരു മുറി ഉണ്ടായിരുന്നു. അതൊക്കെ കാണേണ്ടവരും കാണിക്കേണ്ടവരും ബാക്കിയുള്ള ഹോസ്പിറ്റലും കാര്യങ്ങളിലൊക്കെ നമ്മളെ കാണിച്ചിട്ടും റിസൾട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അന്നത്തെ പ്രശ്നങ്ങൾ കഴിഞ്ഞിട്ട് കേസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടും നമുക്കൊരു ഇതില്ല. പൈസൻ്റെ കാര്യത്തിൽ മാത്രം അവർ നടപടിയാക്കി കയറി ഉമ്മാൻ്റെ ആങ്ങളുടെ മകൻ കയറി തല്ലിയതിന് നമുക്ക് കേസ് എടുത്തിട്ടുണ്ട്, FIR ഫയൽ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതുവരെ ഇന്നേ വരയ്ക്കും അവർ വിളിക്കുക വേറുള്ളത് അവർ കള്ളസാക്ഷികളൊക്കെ ഒപ്പിടാൻ കൊണ്ടുവരണമെന്നാണ് പറഞ്ഞത്. നമ്മൾ കള്ളസാക്ഷി ഒപ്പിട്ടിട്ട് കോടതിയിൽ നമ്മളത് വിലപ്പോവില്ല. കണ്ടു നിന്ന സാക്ഷികൾ പറഞ്ഞത് എന്താ പറയുക, പ്രതികൾ തന്നെ കണ്ടു നിന്നുകൊണ്ട് പ്രതികൾ സാക്ഷി ഒപ്പിടാൻ പറ്റില്ല. പിന്നെ ഉള്ളത് എൻ്റെ 5 മക്കളും പിന്നെ എൻ്റെ ഫോണും മാത്രമാണ് കേട്ടോ. അപ്പോൾ അവർ മക്കളെ സാക്ഷി നിർത്താൻ പറ്റില്ല. വേറെ 2 കള്ളസാക്ഷികളെ കൊണ്ടുവരാൻ പറഞ്ഞു പോലീസുകാർ. ഞാൻ പറഞ്ഞു കള്ളസാക്ഷി കോടതിയിൽ കൊണ്ടുപോയി പറഞ്ഞാൽ അത് അവർ മാറ്റി മറിച്ചിട്ട് കണ്ടോയെന്ന് ചോദിച്ചാൽ ഇവർക്ക് ഉത്തരം ഉണ്ടാവില്ല. കാരണം നമ്മുടെ കൂട്ടുകാരൊക്കെ എറണാകുളം, കോയമ്പത്തൂർ അങ്ങനെ ഓരോരോ പണിസ്ഥലത്ത് കിടക്കുന്ന ഫ്രണ്ട്സുകളാണ്. അവരെ കൊണ്ടുവന്നിട്ട് നമ്മൾ സാക്ഷി ഒപ്പിട്ടിട്ട് അവരെ കോടതിയിൽ എത്തിച്ചിട്ട് എന്താ കാര്യം? അവർ പിന്നീട് അതില്ല അല്ലെങ്കിൽ അവർ കണ്ടിട്ടില്ല എന്നുള്ള തെളിയിക്കുക. കോടതി അതൊരു തെളിവേ അല്ല. പിന്നെ എൻ്റെ തെളിവ് ഫോണിൽ ഫുള്ള്, പിന്നെ എൻ്റെ ശരീരത്തിലുള്ള മുറിവുകളാണ് എൻ്റെ തെളിവ്. അപ്പം നമ്മുടെ സ്റ്റേഷൻ പരിധി വരുന്ന മങ്കര സ്റ്റേഷനിലാണ് ഞാൻ കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അവരൊന്നും ഇതുവരെ നടപടികളൊന്നും എടുത്തിട്ടില്ല. അവർ FIR ഫയൽ ചെയ്തു, നമ്മൾ കോടതിക്ക് വിടും എന്നൊക്കെയാണ് പറഞ്ഞത്. ഇന്നേവരേക്കും എന്നെ വിളിച്ചിട്ടുമില്ല, സംസാരിച്ചിട്ടുമില്ല. അപ്പോൾ നമ്മൾ അതിൻ്റെ വേറെ എന്തൊക്കെ ചെയ്യേണ്ടതെന്നുള്ളത് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അന്ന് രാത്രി ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ ഈ ഉമ്മാനെ കുറ്റം പറയണു തള്ള അങ്ങനെ ഇങ്ങനെയൊക്കെ. ഉമ്മാൻ്റെ ശരിക്കുള്ള സ്വഭാവം ഞാൻ ഈ യൂട്യൂബിലിട്ട് പറഞ്ഞാൽ എൻ്റെ മാനം കൂടി പോവും, എൻ്റെ മക്കളുടെ മാനം പോവും. കാരണം ഉമ്മ എന്നെ മകളല്ല എന്ന് പറഞ്ഞാലും ഞാൻ ഉമ്മ എന്ന് വിളിച്ച ഒരാളിനെയാണ്. അപ്പോൾ ഉമ്മ അതുപോലെ തന്നെ എൻ്റെ ഈ 5 മക്കളുടെ ഉമ്മമ്മയാണ്. അവർ വലുതാവുമ്പോൾ അവർക്കൊരു മാനക്കേടാണ് ഈ ഒരു സംഭവം, അവർക്കൊരു മാനക്കേടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാൻ ആ ഒരു വീഡിയോ പുറത്തു വിടാത്തത്. അല്ലെങ്കിൽ ഞാൻ അയക്കേണ്ട ആൾക്കാർക്കും നമ്മൾ വേണ്ടപ്പെട്ട ആൾക്കാർക്കും തെളിവുകളൊക്കെ ഞാൻ സഹിതം അയച്ചു കൊടുത്തിട്ടുണ്ട്. ഈ ഉമ്മ എന്ന് പറയുന്ന സംഭവം പെറ്റുകൊണ്ട് മാത്രമാവില്ല, പ്രസവിച്ച് വളർത്തി ഇപ്പോൾ 15 വയസ്സ് വരെ എന്നെ നോക്കി, അത് ഉമ്മാൻ്റെ കടമയാണ്. ഉമ്മ 3 എണ്ണത്തിന് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഉമ്മ അത് നോക്കണം. ഇപ്പം ഞാൻ 5 എണ്ണത്തിന് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ 5 എണ്ണത്തിന് ഞാൻ നോക്കേണ്ട കടമ ഉണ്ട് എനിക്ക്. ആ കടമയിൽ നിന്ന് നമ്മൾ മാറി നിൽക്കാൻ പറ്റില്ല. ഇല്ലെങ്കിൽ പിന്നെ നമ്മൾ ആ പണിക്ക് നിൽക്കരുത്. അപ്പോൾ അത് നോക്കേണ്ട കടമുണ്ട്. പിന്നെ ഞാൻ തള്ളാന്നും വേറുള്ളതും വിളിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ മനസ്സ് മുട്ടിയിട്ട്, ഉമ്മ എന്നല്ലാണ്ട് ഞാൻ വേറെ വാക്കുകൾ ഞാൻ വിളിക്കലില്ല. പക്ഷെ എന്നെ മനസ്സ് മുട്ടിച്ച് നമ്മളുടേതായ കാര്യങ്ങളിൽ എന്താ പറയുക, നമ്മൾ അത്രയും സപ്പോർട്ടായിട്ട് നിന്നിട്ടും നമ്മളെ ശത്രുക്കളുടെ രീതിയിൽ കാണുമ്പോൾ, സ്വന്തം മോളിലെ ശത്രുക്കളുടെ രീതിയിൽ കാണുന്ന ഒരു ഉമ്മാനെ, അല്ലെങ്കിൽ മക്കളുടെ പേരക്കുട്ടികളുടെ മുന്നിൽ തുണി പൊക്കി കാണിക്കണ ഉമ്മാനെ ഞാൻ എന്ത് വിളിക്കണം? നിങ്ങൾ എന്നെ പറയും. പിന്നെ അരയ്ക്കുന്ന കീഴ്പ്പെട്ടുള്ള അനാവശ്യങ്ങൾ മാത്രം വായിൽ വരും. എൻ്റെ വായിൽ അനാവശ്യം വരില്ല എന്ന് ഞാൻ ഒരിക്കലും പറയില്ല. പക്ഷേ അനാവശ്യം ഇങ്ങോട്ട് പറഞ്ഞാൽ തിരിച്ചു പറയുമെന്ന് മാത്രമേ ഉള്ളൂ. അതെൻ്റെ മക്കൾക്ക് നന്നായിട്ടറിയാം. ഞാൻ എങ്ങനെയാണ്, എന്തുകൊണ്ടാണ് പ്രതികരിക്കുന്നത്, എന്തിനാണ് പ്രതികരിക്കണതെന്ന് എൻ്റെ മക്കൾക്കറിയാം. ഇപ്പോൾ ഉമ്മാൻ്റെ ഭാഗം, ഉമ്മാൻ്റെ ആങ്ങളാരുടെ ഭാഗം ആര് എന്ത് വേണേൽ നിന്ന് പറഞ്ഞാലും സാക്ഷികൾ എൻ്റെ ഫോണിലുണ്ട്, കാണിച്ചു കൂട്ടിയ തെളിവുകൾ എൻ്റെ ഫോണിലുണ്ട്. അപ്പോൾ അതിനുള്ളത് എന്താ പറയുക, ഇപ്പോൾ ഈ പടച്ചോൻ്റെ എന്താ പറയുക, ഈ ദുനിയാവിൽ ഉമ്മ ആയിക്കോട്ടെ വേറുള്ളതായിക്കോട്ടെ, ഒരു ഉമ്മ എന്നുള്ളത് വിളിച്ചത് ആ ഉമ്മാനെയാണ്. അപ്പോൾ സ്റ്റേഷനിൽ അത്രയും ആൾക്കാരുടെ മുന്നിൽ വെച്ചിട്ട് ഞാൻ മകളല്ല, എനിക്ക് 2 പെൺകുട്ടികളുള്ളൂ, എനിക്ക് ആരാന്നേ അറിയില്ല, ഇവളിനെ ആ വീട്ടിൽ നിന്ന് ഇറക്കി വിടണം, ഇവളിനെ മക്കളിനെ ഇറക്കി വിടണം എന്നാണ് സ്റ്റേഷനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇല്ലെങ്കിൽ ഞാൻ വിഷം കുടിച്ച് മരിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ സ്റ്റേഷനിലത്തെ SI പറഞ്ഞു, നിങ്ങൾ വിഷം കുടിച്ച് മരിക്കുകയാണെങ്കിൽ മരിച്ചോളി, ഞങ്ങൾക്കൊരു വെള്ള പേപ്പറിൽ എഴുതി ഒപ്പിട്ട് തരണം. പക്ഷേ ആ മക്കളിനെ അവളിനെ അവിടെ നിന്ന് ഇറക്കി വിടാൻ പറ്റില്ല. ചെറിയ പൈതങ്ങളെയും കൊണ്ട് അവൾ എവിടെ പോവും? അവൾക്കും കൂടി അവകാശപ്പെട്ട വീടാണത്. എങ്ങനെ അവളിനെ ഇറക്കി വിടാൻ പറ്റുമെന്ന്? നിങ്ങൾക്ക് പറ്റില്ലെങ്കിൽ നിങ്ങൾ മാറി താമസിക്കുമെന്ന് പറഞ്ഞു.
അപ്പോൾ ഈ 1.5 കൊല്ലം ഞാൻ എൻ്റെ എല്ലാ കാര്യങ്ങളും അവിടെ ചെയ്ത് എൻ്റെ 2 ലക്ഷം ഉറുപ്പ്യോളം ഞാൻ അവിടെ ഇറക്കി, കാതിലിക്കും കഴുത്തിലിക്കും വേറുള്ളതും എല്ലാം ഞാൻ മേടിച്ച് കൊടുത്ത് 10-60 ഉറുപ്പ്യ. പണ്ട് ഉമ്മാൻ്റെ ഒരു കമ്മലെൻ്റെ ഇക്ക വെച്ച് പണയം വെച്ച് എടുത്ത് വിറ്റു എന്നുള്ള കഥ പറയുന്നുണ്ട്. ആ വിൽക്കുന്ന ടൈമിൽ ഒരു 8,000 ഉറുപ്പ്യ 7,000 ഉറുപ്പ്യ ആയിരിക്കും അതിലുണ്ടാവുള്ളൂ. പക്ഷെ അതിൻ്റെ ഇരട്ടിക്ക് ഇന്ന് ഒരു പവൻ്റെ വില ഉണ്ട്. 60,000 രൂപയുടെ സ്വർണ്ണമാണ് ഞാൻ എടുത്ത് കാതിലും കഴുത്തും. ഞാൻ എനിക്കെടുത്തപ്പോൾ എൻ്റെ ഉമ്മയല്ലേ ഇട്ടോട്ടെ പറഞ്ഞിട്ട്. അതുപോലെ തന്നെ അവർ പണിക്ക് പോവണ്ട, 10-60 വയസ്സായില്ലേ, ഇനി വീട്ടിലിരുന്നോളി, ഞാൻ നിങ്ങളെ നോക്കാം, നിങ്ങളുടെ എത്ര കടമുണ്ടോ അത്രയും കടങ്ങൾ ഞാൻ വീട്ടാന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായി. കേട്ടില്ല. എന്താണോ പെണ്ണുങ്ങൾ പറയണത് അത് എല്ലാ പെണ്ണുങ്ങളും ഇല്ല. ചെറിയൊരു അനിയത്തിൻ്റെ സലീന എന്നവളുടെ പേര്. അവളുടെ മറ്റേ ഇവിടേക്ക് എന്താണ് മറ്റേ മാങ്കുറിശ്ശിക്ക് 2ാമത്തെ അനിയത്തിനെ കെട്ടിച്ചത്. അവൾ പിന്നെ ഗുണത്തിനുമില്ല ദോഷത്തിനുമില്ല അങ്ങനത്തെ ഒരു സാധനമാണ്. പിന്നെ ചെറുതിനെ മേപ്പറമ്പ് പേഴും കരയിലേക്കാണ് അവളെ കെട്ടിച്ചിരിക്കുന്നത്. അവൾ 24 മണിക്കൂറും ഫോൺ ചെയ്ത് ആരനെ കുറ്റം പറയുന്നത്? എന്നെ. അവൾക്ക് അവളുടെ അവിടെ കെട്ടിയോൻ്റെ അവിടെ സ്ഥാനമല്ല. അമ്മായിമ്മയും നാത്തൂമാരും കെട്ടിയോനും ഒക്കെ ശത്രുക്കളാണ്. അതുകൊണ്ട് അവൾ എൻ്റെ ഉമ്മാൻ്റെ അടുത്ത് സ്ഥാനം പിടിച്ച് ഇവിടെ അവൾ കളിക്കുകയാണ്. അങ്ങനെ ഈ തള്ളനെ പിരികെറ്റണത് തള്ളാന്ന് തന്നെ പറയുള്ളൂ. തള്ളനെ തള്ളാന്നല്ലാണ്ട് പിന്നെ എന്താ പറയുക? എന്നെ ഇങ്ങനെയൊക്കെ അനാവശ്യം പറയുന്നത് തള്ളനെ തള്ളാന്നല്ലാണ്ട് വേറെ എന്ത് വിളിക്കണം എന്ന് നിങ്ങൾ പറയും. തള്ളേനല്ലേ വയസ്സായ തള്ളേനെ വരും. ഞങ്ങളുടെ നാട്ടിൽ പാലക്കാട്ടുകാർ വയസ്സായ തള്ളാന്ന് തന്നെ പറയുക. പിന്നെ നിങ്ങൾ സബ്സ്ക്രൈബേഴ്സ് എന്നെ പറയണ്ടല്ലോ 5 മക്കളുടെ തള്ളയല്ലേ നീ തള്ളച്ചല്ലേ എന്ന് പറയുന്ന ആൾക്കാർ പിന്നെ എൻ്റെ ഉമ്മാനെ തള്ള വിളിക്കണമെങ്കിൽ നിങ്ങൾക്ക് എന്തത്ര നഷ്ടം? പിന്നെ ഉമ്മ മകളല്ല എന്നുള്ളൊരു സ്ഥാനത്തെത്തിയ പിന്നെ അത് തള്ളയാണെങ്കിൽ എനിക്കെന്താ പറയുന്നത് കൊണ്ട് എനിക്കെന്ത് പ്രശ്നം? പിന്നെ എൻ്റെ ഈ സൗണ്ട് പോകാനുള്ള കാരണം തള്ളൻ്റെ ആങ്ങളുടെ മോനാണ്. അവനാണ് എന്നെ കയറി തല്ലിയത്. അവൻ്റെ പെങ്ങൾ റിംഷാന അവളെ പത്തിരിപ്പാലയ്ക്ക് കെട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. അവൻ്റെ പേര് ഷെഫീഖ്. ഇവരൊക്കെ അവളെ അന്ന് കെട്ടിച്ചു കൊടുത്ത പെണ്ണിനെ അവൻ അവിടെ കൊടുന്ന് വിട്ടു. എന്ത് പ്രശ്നം ഉണ്ടായ അന്ന് ഈ പറയുന്ന ലൈല എന്ന് പറയുന്ന എൻ്റെ അമ്മായി എന്നല്ല, അവളെ ഞാൻ ഉമ്മാൻ്റെ സ്ഥാനത്ത് കണ്ടിട്ടുണ്ടായിരുന്നതാണ്. ഉമ്മാൻ്റെ സ്ഥാനത്ത് കണ്ടവളിനെ അവൾ എൻ്റെ ഉമ്മാനെയും എന്നെയും എത്രയോ കാലം മുതൽ അവൾ എന്നെ തെറ്റിക്കുന്നതാണ്. പക്ഷേ ഇതൊന്നും ഞാൻ അറിയില്ല. എനിക്ക് ഇവരുടെ ക്യാരക്ടർ ഞാൻ മനസ്സിലാക്കാൻ കുറച്ച് വൈകിപ്പോയി. എന്നിട്ട് അവളുടെ അടുത്താണ് തെറ്റ് എന്നറിയേണ്ട അവളുടെ കെട്ടിയവനും ഇമ്മാൻ്റെ ആങ്ങളുടെ മകനും കൂടി എന്നെ കയറി തല്ലിയിട്ട് എൻ്റെ സൗണ്ട് കൊണ്ടാണ് എൻ്റെ മക്കൾ ജീവിക്കണത്. അതില്ലാണ്ടാക്കിയവനെ ഞാൻ ഒരിക്കലും വെറുതെ വിടില്ല. അത് ഇനിയിപ്പോൾ ഏത് അറ്റം വരെ പോകാൻ പറ്റിയാലും ഞാൻ പോവും. അപ്പോൾ ഈ സ്റ്റേഷൻ പരിധിയിൽ പോലീസുകാരല്ലേ കേസെടുക്കാത്തുള്ളൂ. വേറെ നിയമപരമായിട്ട് നമുക്ക് കുറേ വഴികളുണ്ടല്ലോ. പെൺകുട്ടികൾക്ക് ആണുങ്ങൾ കയറി പിടിച്ചാലും തല്ലിയാലും അവൻ എന്നെ കയറി തല്ലി അവൻ രാത്രി 12 മണിക്ക് 1 മണിക്കൊക്കെ അവൻ പുറത്തിറങ്ങി എത്തി നോക്കും. അവൻ എന്നെ പീഡിപ്പിച്ച് പറഞ്ഞാൽ ആരെങ്കിലും ഉത്തരവാദിത്വം ഉണ്ടാ? അവൻ എന്നെ കയറി പീഡിപ്പിച്ചു. അവൻ 23 വയസ്സായവനാണ്. ഞാൻ എൻ്റെ ഭർത്താവ് ഇല്ലാണ്ടിരിക്കുന്ന വീടാണ്. അവൻ ഉള്ളിൽ കയറി എൻ്റെ ഉമ്മ മാസക്കണക്കിന് ചിലപ്പോൾ അമ്മായിൻ്റെയും മാമൻ്റെ അവിടെയൊക്കെ പോയി നിൽക്കും. അവൻ എൻ്റെ വീട്ടിൻ്റെ ഉള്ളിൽ കയറി എന്നെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ പറയുന്ന ആൾക്കാർ നിങ്ങൾ ഉത്തരവാദിത്വം തരുമോ അല്ലെങ്കിൽ വേറുള്ളത് തരുമോ? അതിന് ഉമ്മ ഒത്താശയായിട്ട് നിന്നിട്ട് ആങ്ങളുടെ ബാക്കിയുള്ളവരുടെ നിങ്ങൾ ആരെങ്കിലും എനിക്ക് ഉത്തരവാദിത്വം തരുമോ? ഇല്ലല്ലോ. ഈ പറയുന്ന പെറ്റ തള്ള കൂടെ സപ്പോർട്ടായിട്ട് ഞാൻ 1.5 കൊല്ലമായിട്ട് എൻ്റെ തള്ളനെ നോക്കിയെന്നുള്ള തെളിവ് എൻ്റെ അടുത്തുണ്ട്. പിന്നെ ഈ 1.5 കൊല്ലമായിട്ട് ഞാൻ ഭക്ഷണം കൊടുക്കണ എൻ്റെ ഉമ്മാനെ പിന്നെ ഒരാഴ്ച കൊണ്ട് അവൾ ഏറ്റെടുത്താൽ ഞാൻ സമ്മതിക്കുമോ? ഞാൻ ആ വീട്ടിൻ്റെ ഉള്ളിലുള്ളുമ്പോൾ ഞാൻ വെച്ചുണ്ടാക്കുന്ന ഭക്ഷണം തിന്നാണ്ട് അവൾ കൊണ്ടുവന്ന ചോറും കറിയും ബാക്കിയുള്ളതും അവൾ കൊണ്ടുവന്ന് രാത്രി 10 മണിക്കും 11 മണിക്കും കൊടുന്നു കൊടുക്കും, രാവിലെ കൊടുന്നു കൊടുക്കണം. ഈ പറയുന്ന നാട്ടുകാർ കണ്ട എന്താ പറയുക? സ്വന്തം മകൾ വീട്ടിലുണ്ടായിട്ട് ഉമ്മാക്ക് തിന്നാൻ കൊടുക്കണില്ല എന്നല്ലേ എന്നെ പറയുള്ളൂ. അതുപോലെ തന്നെ എൻ്റെ സാധനങ്ങൾ ഞാൻ അടുക്കളയിൽ അല്ലാണ്ട് വേറെ സാധനങ്ങൾ ഞാൻ എൻ്റെ റൂമിൽ കൊണ്ടുവയ്ക്കുന്ന പരിപാടിയേ ഇല്ല. എന്നിട്ട് സ്റ്റേഷനിൽ നിന്ന് സാറ് പറഞ്ഞതിൻ്റെ ശേഷമാണ് ഞാൻ ഇപ്പോൾ റൂമിൽ കൊണ്ട് പൂട്ടി വെക്കൽ. സാർ എൻ്റെ അടുത്ത് പറഞ്ഞു, നിൻ്റെ ഉമ്മാക്കും ആരോഗ്യമുള്ള നല്ല സ്ത്രീയാണ്, അവർ ജീവിക്കട്ടെ, അവർ പണിക്ക് പോകണ്ടല്ലോ, അവർ ജീവിക്കട്ടെ, അവരുടെ മക്കൾ അവർ നോക്കിക്കോട്ടെ, നീ നിൻ്റെ മക്കളെ നിന്നെ നോക്കിയിട്ട് നിൻ്റെ സാധനങ്ങൾ നിൻ്റെ റൂം ഏതാണോ അതിൽ പൂട്ടി വയ്ക്കുക. നീ എവിടെ പോകണമെങ്കിലും അത് പൂട്ടി വെച്ച് നിൻ്റെ സാധനങ്ങൾ എടുക്കാൻ പറ്റാത്തൊരു തള്ള പറയാണ്. അടുക്കളയിൽ എന്ത് സാധനങ്ങളിലും എൻ്റെ വീട്ടിൻ്റെ ഉള്ളിൽ എന്തുണ്ടെങ്കിലും ഞാനത് എടുക്കുന്നു. നാണും ഉളുപ്പും കുറച്ച് മാനും മര്യാദ ഉണ്ടെങ്കിൽ ഈ 2 പെണ്ണുങ്ങളും എൻ്റെ ഈ പറയുന്ന തള്ളയും എൻ്റെ സാധനങ്ങൾ തിന്നുണ്ടെങ്കിൽ അതിൽ കുറച്ച് ഉളുപ്പെങ്കിലും വേണം.
എൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഉണ്ടാക്കുന്ന സംഭവങ്ങളാണത്. എൻ്റെ മക്കൾക്ക് വേണ്ടി ഞാൻ ഉരുകി കണ്ടവന്മാരെ അനാവശ്യം ബാക്കിയുള്ളത് ഇവന്മാരുടെ തല്ലും കുത്തും ഒക്കെ കേട്ടിട്ട് ഞാൻ എൻ്റെ മക്കളിനെ ഈ യൂട്യൂബ് ചാനലിൽ നിങ്ങൾ എന്തൊക്കെ തെണ്ടിത്തരം പറയണം അതൊക്കെ ഞാൻ കേട്ട് നിന്നിട്ട് ഉണ്ടാക്കണ മുതലാണ്. അത് എൻ്റെ മക്കൾക്കുള്ളതാണ്. അല്ലാണ്ട് ഈ പറയുന്ന ഈ തള്ളയ്ക്കും ഈ മടാളെടുത്തിട്ടും കൈക്കോട്ട് എടുത്തിട്ടും വെട്ടാൻ വരുന്ന തള്ളയ്ക്കുള്ളതല്ല. അങ്ങനെ എന്നെ ഹോസ്പിറ്റലിലാക്കി വൈകുന്നേരം 3 മണിക്ക് ആ നെഞ്ഞിൽ എൻ്റെ വാതിൽ വന്ന് അടച്ചിട്ട് പുലർച്ചെ 3 മണിക്ക് എനിക്ക് നെഞ്ഞുവേദന ഇളകിയിട്ട് എൻ്റെ മക്കൾ ആണ് 2 ആളും കൈ പിടിച്ച് കൊണ്ട് ഞാൻ കരയുന്നതായിരുന്നു. എനിക്ക് നെഞ്ഞ് അങ്ങനെ പൊരിച്ചിലായിരുന്നു. അപ്പം നിങ്ങൾ പറയണം എന്താണ് ഞാൻ ചെയ്യേണ്ടതെന്ന്. അപ്പോൾ ഇതിനുള്ള തെളിവൊക്കെ എൻ്റെ ഫോണിലുണ്ട്. ഫോണാണ് തെളിവ്.